ക്ഷേമ പെൻഷൻ ആരുടെയും കൈക്കൂലിയോ ഔദാര്യമല്ല, അത് അവകാശമാണ്. കോൺഗ്രസിന്റെ നേതാവ് ക്ഷേമ പെൻഷൻ കേരളത്തിലെ ഗവൺമെന്റ് നൽകുന്ന കൈക്കൂലിയാണെന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കൈക്കൂലിയാണെന്ന് പറയുന്നതിലൂടെ കൊടുക്കുന്ന ഗവൺമെന്റിന് മാത്രമല്ല, അത് മേടിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അമ്മമാരെയും അച്ഛനമ്മമാരെയും എല്ലാം അവഹേളിക്കുന്ന ഒരു സമീപനം കൂടിയാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും പല ഘട്ടങ്ങളിലായി ഉണ്ടാവാറുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നത്. കോൺഗ്രസിന് ക്ഷേമ പെൻഷനോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് വർഷം കുടിശ്ശിക, ഒരുപാട് കാലം 1.5 വർഷക്കാലത്തോളം കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ ഒരു പ്രസ്താവനയോട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം അവർ ഈ ഒരു ക്ഷേമ പെൻഷനെ അവർ കൊടുക്കുന്ന ഒരു ഔദാര്യമായി, അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശമല്ല, ഇതിനൊരു കൈക്കൂലിയായിട്ടാണ് കോൺഗ്രസ്സുകാർ കണ്ടിരുന്നത് എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലേക്ക് ഇതിനെ മോശപ്പെട്ട നിലയിലേക്ക് പാവപ്പെട്ടവൻ മേടിക്കുന്ന ഈ 1600 രൂപയെ കൈക്കൂലി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേമ പെൻഷന്റെ തുടക്കവും ഏറ്റവും അവസാനം വന്ന് 1600 രൂപയെ നിൽക്കുന്നത് വരെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത്. 1980 ആണ് ഈ ക്ഷേമ പെൻഷൻ കെ നയനാറിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് കർഷക തൊഴിലാളികൾക്ക് 45 രൂപയായിട്ട് ഈ ക്ഷേമ പെൻഷൻ പദ്ധതി ആരംഭിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അന്ന് കരുണാകരൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല, ഇത് പാവപ്പെട്ടവന് ഖജനാവിൽ നിന്നും പണം എടുത്തു കൊടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഒരു ദൂർത്തായിട്ട് കാണുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായത്. പക്ഷെ അതിനെല്ലാം മറികടന്ന് കെ നയനാറിന്റെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് ആ ക്ഷേമ പെൻഷൻ പദ്ധതി രൂപീകരിക്കുന്ന, തുടക്കം കുറിക്കുന്ന സ്ഥിതി ആണ് അന്നുണ്ടായത്. അതിനുശേഷം 1980 കെ നയനാറിന്റെ ഗവൺമെന്റ് അധികാരം ഒഴിഞ്ഞ് കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ 1 രൂപ അല്ലെങ്കിൽ 1 പൈസ പോലും ക്ഷേമ പെൻഷന് വർദ്ധിപ്പിച്ചില്ല എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കണം. ആ ക്ഷേമ പെൻഷൻ 60 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിന് 1987 വീണ്ടും കെ നയനാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടി വന്നു. മാത്രമല്ല, മറ്റു വിഭാഗങ്ങൾക്ക് കൂടി ക്ഷേമ പെൻഷൻ പദ്ധതി രൂപീകരിക്കുന്ന സ്ഥിതി അന്നുണ്ടായി. വീണ്ടും കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, 1 രൂപ പോലും വർദ്ധിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. വീണ്ടും 1996 അധികാരത്തിൽ വന്ന കെ നയനാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ക്ഷേമ പെൻഷൻ 120 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. 2006 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 120 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 28 മാസക്കാലം കുടിശ്ശിക വരുത്തിയിട്ടായിരുന്നു കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരം ഒഴിഞ്ഞത്. സഖാവ് VS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഈ കുടിശ്ശിക മൊത്തം കൊടുത്തു തീർത്തതിന് ശേഷമാണ് ഭരണം തുടങ്ങിയത്. മാത്രമല്ല, ആ പെൻഷൻ 500 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും 1 നയാ പൈസ പോലും കുടിശ്ശിക വരുത്താതിരിക്കുകയും ചെയ്തു എന്നുള്ളത് കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഓർക്കണം. ശേഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 18 മാസക്കാലമായിരുന്നു ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്ന കുടിശ്ശിക. ആ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർത്തത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെന്റ് ആയിരുന്നു. മാത്രമല്ല, ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുകൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 2006 മുതൽ ക്ഷേമ പെൻഷന്റെ ഘട്ടങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, അതായത് 110 രൂപയിൽ നിന്നും 1600 രൂപയെ ആക്കിയതിൽ ആകെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ സംഭാവന 100 രൂപയാണ്. 100 രൂപ, അതും 1.5 വർഷക്കാലം കുടിശ്ശിക വരുത്തിയിരുന്നു. ഈ സർക്കാരുകൾ ഭരിക്കുന്ന ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ UDF ഭരണകാലത്ത് 34 ലക്ഷം പേരായിരുന്നു ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നത് 62 ലക്ഷത്തിലേക്ക് വർദ്ധിച്ചു എന്ന് കാണാൻ കഴിയും. കോവിഡിന് മുമ്പ് വരെ വർഷത്തിൽ 3 or 4 ഗഡുക്കളായിരുന്നു ക്ഷേമ പെൻഷൻ ലഭിച്ചത്. 2016 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പറഞ്ഞിരുന്നു, LDF ഗവൺമെന്റ് പറഞ്ഞിരുന്നു, മുഴുവൻ ആളുകളുടെയും വീട്ടിലേക്ക് ഈ പെൻഷൻ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടാവും. അതിന്റെ ഭാഗമായി ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്കും സഹകരണ ബാങ്കുകൾ വഴി സഹകരണ ബാങ്കിന്റെ സഹായത്തോടു കൂടി ക്ഷേമ പെൻഷൻ ഇന്നും വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസവും പെൻഷൻ നൽകാൻ ട്രഷറിയിൽ പണം കണ്ടു എന്ന് വരില്ല. അതിന് മറികടക്കാൻ പെൻഷൻ കമ്പനി രൂപീകരിക്കുകയും കൈവായ്പയായി പണമെടുത്ത് സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്ന സ്ഥിതിയുണ്ടായി. സർക്കാരിന്റെ കയ്യിൽ പണം വരുമ്പോൾ ആ പൈസ തിരിച്ചടക്കുകയും ചെയ്യും. എന്നാൽ UDFന്റെ പിന്തുണയോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ഈ പ്രതിമാസ പെൻഷൻ പദ്ധതിയെ പൊളിച്ചു, പെൻഷൻ കമ്പനിയെ തകർത്തു. ഇത് നിയമവിരുദ്ധമാണ് എന്നവർ പ്രഖ്യാപിച്ചു. പെൻഷൻ കമ്പനി തകർത്തതിലൂടെ ക്ഷേമ പെൻഷൻ വീണ്ടും 3 or 4 മാസത്തെ കുടിശ്ശികയായി. 2016 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിരുന്നത് പെൻഷൻ 1000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നായിരുന്നു. പക്ഷെ
അത് 1600 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. നിലവിൽ 2500 രൂപയാക്കണമെന്നുള്ള കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ താല്പര്യത്തെ തകർക്കുന്ന സമീപനം BJP ഗവൺമെന്റ് സ്വീകരിച്ചു. കേരളത്തിന് തരേണ്ട പണം പോലും തരാതെ സാമ്പത്തികമായി കേരളത്തെ ഉപരോധിച്ച് ഈ പെൻഷൻ പ്രവർത്തനത്തെ ആകമാനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് BJP ഗവൺമെന്റ് UDFന്റെ പിന്തുണയോടെ കേരളത്തിൽ നടത്തിയത്. ക്ഷേമ പെൻഷന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇക്കഴിഞ്ഞ കാലം എത്രയായിട്ടും കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റിനും വേണ്ട നിലയിൽ ഒരു സംഭാവനയും പെൻഷൻ തരാൻ കഴിഞ്ഞില്ല എന്ന കോൺഗ്രസിന്റെ കുറ്റബോധത്തിൽ നിന്നായിരിക്കാം ചില സമരങ്ങൾ അവർ ബോധപൂർവം BJPയും കോൺഗ്രസും ഒറ്റക്കെട്ടായി കേരളത്തിൽ രൂപപ്പെടുത്തിയത്. പാവപ്പെട്ട പെൻഷൻ മേടിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറായി. ഒരു വട്ടം പോലും കേന്ദ്രം നമുക്ക് തരാനുള്ള കുടിശ്ശിക തന്നില്ല എന്ന് ഒരു വട്ടം പോലും പറയാൻ കോൺഗ്രസിന്റെ ഒരു MP-മാരും തയ്യാറായില്ല. എന്നു മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മറിയ ചേർത്തതയുടെ ഒരു വേറിട്ട സമരം കോൺഗ്രസിന്റെ BJPയുടെയും പിന്തുണയോടെ നടത്തിയിട്ടുള്ള ഒരു നാടകമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയും. 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസക്കാലം കോൺഗ്രസ് മുടക്കിയപ്പോഴും ഒരു സമരത്തിനും ഇറങ്ങാതിരുന്ന ചില ആളുകളെ ഉപയോഗപ്പെടുത്തി 1600 രൂപയാക്കി വർദ്ധിപ്പിച്ച ഗവൺമെന്റ് സ്വാഭാവികമായും കേന്ദ്രത്തിൽ BJP ഭരണകൂടം തീർത്ത സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായി പെൻഷൻ കമ്പനി തകർത്തതിലൂടെ 4 മാസക്കാലം കുടിശ്ശിക വന്നപ്പോൾ സർക്കാരിനെ കരിവാരി തേക്കാനും പഴി പറയാനും മാത്രം ചില സമരങ്ങൾ കോൺഗ്രസും BJPയും കൂടി രൂപം നൽകിയത് നമ്മൾ കണ്ടു. ഇത്ര കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കേരളത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പാവപ്പെട്ടവന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ ഇത്രകാലം വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾക്ക് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ തന്നെ മറ്റൊരു വശം പരിശോധിക്കുമ്പോൾ വർഗീയ വലതുപക്ഷ ശക്തികളുടെ എല്ലാ കാലത്തെയും നിലപാട് പാവപ്പെട്ടവനെ അങ്ങനെ ഖജനാവിലെ പണം ഉപയോഗപ്പെടുത്തി സഹായിക്കേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു. ഇതെല്ലാം ഒരു ധൂർത്തായിട്ടായിരുന്നു അവർ കണ്ടത്. ഇത്രമാത്രം കൃത്യതയോടെ ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെയും BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെയും ഈ നാടകങ്ങളെയെല്ലാം തിരിച്ചറിയേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.